ആഗോള രാഷ്ട്രീയ ഭൂപടത്തെയും പശ്ചിമേഷ്യൻ സമവാക്യങ്ങളെയും ഒരുപോലെ ഉലച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് നേരെ മുഖത്തടിച്ച പോലുള്ള മറുപടിയുമായി സൗദി അറേബ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇസ്രായേലുമായി ചരിത്രപരമായ നയതന്ത്ര ബന്ധം സ്ഥാപിക്കണമെന്ന വൈറ്റ് ഹൗസിന്റെ അന്ത്യശാസനങ്ങളെയും ആവർത്തിച്ചുള്ള ആവശ്യങ്ങളെയും സൗദി അറേബ്യ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. തങ്ങളുടെ പരമാധികാരത്തിലും നിലപാടുകളിലും യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന കൃത്യമായ സന്ദേശമാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വാഷിംഗ്ടണിന് നൽകിയിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമമായ CNN പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു സൗദി ഉന്നത ഉദ്യോഗസ്ഥൻ ഈ വലിയ നയതന്ത്ര തീരുമാനം ഔദ്യോഗികമായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലുമായി ബന്ധം പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ സൗദി അറേബ്യയുടെ മുൻ നിലപാടുകളിൽ നേരിയ മാറ്റം പോലും ഉണ്ടായിട്ടില്ലെന്നാണ് റിയാദ് വ്യക്തമാക്കുന്നത്. പലസ്തീൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യവും പരമാധികാരമുള്ളതുമായ ഒരു രാജ്യം ഉറപ്പാക്കാതെ ഇസ്രായേലുമായുള്ള ഒരു ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ലെന്ന് സൗദി അറേബ്യ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കയിൽ അധികാരമേറ്റ നാൾ മുതൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പശ്ചിമേഷ്യയിൽ നടപ്പാക്കാൻ ശ്രമിച്ച ഏറ്റവും വലിയ അജണ്ടകളിലൊന്നായിരുന്നു സൗദി ഇസ്രായേൽ നയതന്ത്ര കരാർ. അബ്രഹാം ഉടമ്പടി കൂടുതൽ ശക്തമാക്കാനും അതിലേക്ക് അറബ് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള സൗദി അറേബ്യയെ കൂടി എത്തിക്കാനുമായിരുന്നു വൈറ്റ് ഹൗസ് ശ്രമിച്ചു വന്നത്. സൗദി കൂടി ഇസ്രായേലിനെ അംഗീകരിച്ചാൽ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന് പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാമെന്നായിരുന്നു ട്രംപിൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ ട്രംപിൻ്റെ ഈ വലിയ രാഷ്ട്രീയ മോഹങ്ങൾക്കാണ് മുഹമ്മദ് ബിൻ സൽമാൻ ഇപ്പോൾ ശക്തമായി തടയിട്ടിരിക്കുന്നത്. പലസ്തീൻ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുക എന്നത് സൗദി അറേബ്യയെ സംബന്ധിച്ച് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു ചുവപ്പ് രേഖ ആണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലുമായി ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടാകണമെങ്കിൽ സ്വതന്ത്ര പലസ്തീൻ രാജ്യത്തിലേക്കുള്ള വ്യക്തവും ഒരിക്കലും പിന്നോട്ടു പോകാൻ കഴിയാത്തതുമായ ഒരു നയതന്ത്ര പാത ടെൽ-അവീവ് തയ്യാറാക്കണമെന്ന് സൗദി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിബന്ധന. ഇസ്ലാമിലെ ഏറ്റവും വിശുദ്ധമായ രണ്ട് പുണ്യസ്ഥലങ്ങളായ മക്കയും മദീനയും കാവൽക്കാരായ സൗദി ഭരണകൂടത്തിന് ഈ വിഷയത്തിൽ വലിയൊരു ആഗോള ഉത്തരവാദിത്വവുമുണ്ട്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ വികാരങ്ങളെയും പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് കേവലം ഒരു നയതന്ത്ര നേട്ടത്തിനായി അമേരിക്കയുമായി കൈകോർക്കാൻ സൗദിക്ക് കഴിയില്ല. തങ്ങളുടെ ആത്മീയവും രാഷ്ട്രീയവുമായ ഈ പാരമ്പര്യത്തെയും സുരക്ഷയെയും അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ പണയം വയ്ക്കാൻ റിയാദ് ഒട്ടും ആഗ്രഹിക്കുന്നില്ല. മുഹമ്മദ് ബിൻ സൽമാന്റെ ഈ കടുത്ത നിലപാട് അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരവും അന്താരാഷ്ട്രപരവുമായ രാഷ്ട്രീയ മേധാവിത്വത്തെ കൂടുതൽ ശക്തമാക്കുകയാണ്. അമേരിക്ക എന്ത് ആവശ്യപ്പെട്ടാലും അത് കണ്ണടച്ച് അംഗീകരിക്കുക എന്ന പഴയ സൗദി അറേബ്യ അല്ല ഇന്നുള്ളത്. MBS തെളിയിച്ചു കഴിഞ്ഞത് ഇതുതന്നെയാണ്. ഒരു വൻശക്തിയുടെയും സാമ്പത്തികമോ സൈനികമോ ആയ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ സൗദിയുടെ അന്തസ്സും അഖണ്ഡതയും വിൽക്കാൻ കഴിയില്ലെന്ന പ്രഖ്യാപനം അറബ് ലോകത്ത് സൗദിക്ക് വലിയൊരു ജനപ്രീതിയും ആദരവും ഇപ്പോൾ നേടിക്കൊടുത്തു കഴിഞ്ഞു. വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സൗദിയുടെ ഈ പെട്ടെന്നുള്ള പ്രതികരണം വലിയൊരു തിരിച്ചടിയാണ്. ട്രംപ് തൻ്റെ വലിയൊരു വിദേശ നയ വിജയമായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ കാത്തിരുന്ന സൗദി ഇസ്രായേൽ കരാർ ഇതോടെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ സ്വാധീനമുള്ള സൗദിയെ അനുനയിപ്പിക്കാൻ അമേരിക്ക ഇനിയും പല തന്ത്രങ്ങളും പയറ്റുമെങ്കിലും പലസ്തീൻ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന സൗദിയെ മാറ്റാൻ അവയ്ക്ക് എളുപ്പമായി സാധിക്കില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭരണകൂടത്തിനും സൗദിയുടെ ഈ നോ വലിയൊരു പ്രഹരമാണ്. അറബ് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ സൗദി അറേബ്യയുമായി ബന്ധം സ്ഥാപിക്കുന്നത് വഴി തങ്ങളുടെ അന്താരാഷ്ട്ര ഒറ്റപ്പെടൽ അവസാനിപ്പിക്കാമെന്നായിരുന്നു ഇസ്രായേൽ കരുതിയിരുന്നത്. എന്നാൽ പലസ്തീൻ ജനതയ്ക്ക് നേരെ നടത്തുന്ന അതിക്രമണങ്ങൾ അവസാനിപ്പിക്കാതെയും അവർക്ക് രാജ്യം നൽകാതെയും സൗദിയുടെ സൗഹൃദം ലഭിക്കില്ലെന്ന യാഥാർത്ഥ്യം ഇസ്രായേലിന് ഇപ്പോൾ കടുത്ത തിരിച്ചറിവായി മാറിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളിലും സൗദിയുടെ ഈ തീരുമാനം വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇതിനകം ഇസ്രായേലുമായി കരാറുകളിൽ ഒപ്പിട്ട രാജ്യങ്ങൾ പോലും തങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിക്കാൻ ഈ സംഭവം കാരണമായേക്കാം. പലസ്തീൻ ജനതയുടെ സ്വയം നിർണയ അവകാശങ്ങൾക്ക് വേണ്ടി സൗദി അറേബ്യ ഉയർത്തുന്ന ഈ ശബ്ദം പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ വിരുദ്ധ വികാരം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും. അറബ് കൂട്ടായ്മയുടെ നായകസ്ഥാനം സൗദി ഭദ്രമാണെന്ന് ഇതോടെ ഉറപ്പാക്കിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം സൗദിയെ വരുതിയിലാക്കാൻ പലവിധ വാഗ്ദാനങ്ങളും മുന്നോട്ട് വച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അത്യാധുനിക അമേരിക്കൻ ആയുധങ്ങൾ, ആണവ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിനുള്ള സഹായം, കടുത്ത സൈനിക സുരക്ഷാ കരാറുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഈ വലിയ ആനുകൂല്യങ്ങളെക്കാളും സൗദി പ്രാധാന്യം നൽകുന്നത് തങ്ങളുടെ നിലപാടുകൾക്കും പലസ്തീൻ ജനതയുടെ നീതിക്കുമാണെന്ന് MBS വ്യക്തമാക്കിയത് പണത്തിന് മീതെ നിലപാടുകൾക്ക് സ്ഥാനമുണ്ടെന്ന് കാണിക്കാനാണ്. ഇറാൻ അടക്കമുള്ള മേഖലയിലെ മറ്റ് ശക്തികളും സൗദിയുടെ ഈ പുതിയ നീക്കത്തെ അതീവ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. സുന്നി ഷിയ ചേരിതിരിവുകൾ മറന്ന് ഇറാനും സൗദിയും തമ്മിലുള്ള ബന്ധം അടുത്ത കാലത്തായി മെച്ചപ്പെട്ടിരുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നീക്കങ്ങളെ ഒന്നിച്ചു ചേർക്കാൻ ഈ രണ്ട് വലിയ ഇസ്ലാമിക രാജ്യങ്ങളും ഒരേ നിലപാടിലേക്ക് വരുന്നത് പശ്ചിമേഷ്യയിൽ പുതിയ സഖ്യത്തിന് വഴി തുറന്നേക്കാം. ഇത് അമേരിക്കയുടെ മേഖലയിലെ സ്വാധീനം കുറയ്ക്കാൻ കാരണമാകും.
ആഗോള രാഷ്ട്രീയത്തിൽ റഷ്യയും ചൈനയും സൗദി അറേബ്യയുടെ ഈ സ്വതന്ത്ര വിദേശ നയത്തെ സ്വാഗതം ചെയ്യാനാണ് സാധ്യത. അമേരിക്കയുടെ ഏകപക്ഷീയമായ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇനി ലോകത്തിന് വിലപ്പോകില്ലെന്നതിൻ്റെ തെളിവാണ് സൗദിയുടെ ഈ ധീരമായ തീരുമാനം. ബ്രിക്സ് പോലുള്ള പുതിയ കൂട്ടായ്മകളിൽ സൗദി അറേബ്യ അംഗത്വമെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ പാശ്ചാത്യ ശക്തികൾക്ക് പുറമെ തങ്ങൾക്ക് മറ്റ് വലിയ സഖ്യകക്ഷികൾ ഉണ്ടെന്ന ആത്മവിശ്വാസവും റിയാദിനുണ്ട്. സൗദിയിലെ പൊതുജനങ്ങൾക്കിടയിലും മുഹമ്മദ് ബിൻ സൽമാന്റെ ഈ തീരുമാനത്തിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. രാജ്യത്തെ യുവാക്കൾക്കും യാഥാസ്ഥിതിക വിഭാഗങ്ങളും ഒരുപോലെ പലസ്തീൻ വിഷയത്തിൽ സൗദി കാണിക്കുന്ന ഈ കടുംപിടുത്തത്തെ അനുകൂലിക്കുന്നുണ്ട്. ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് ഭരണാധികാരി എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ രാജ്യത്തിനുള്ളിൽ ഭരണസ്ഥിരതയെ കൂടുതൽ ശക്തിപ്പെടുത്തും. MBSന്റെ നേതൃത്വത്തിൽ പുതിയ സൗദിയുടെ കരുത്താണ് ഇതിലൂടെ പ്രകടമാകുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്ക സൗദിയുമായുള്ള തങ്ങളുടെ നയതന്ത്ര ചർച്ചകളുടെ ശൈലി മാറ്റാൻ നിർബന്ധിതരാകും. ഭീഷണികളിലൂടെയോ സമ്മർദ്ദങ്ങളിലൂടെയോ സൗദിയെ മാറ്റാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെ കൊണ്ട് ചില വിട്ടുവീഴ്ചകൾ ചെയ്യിക്കാൻ ട്രംപ് ശ്രമിച്ചേക്കാം. എന്നാൽ ഇസ്രായേലിനെ നിലവിലെ വലതുപക്ഷ ഭരണകൂടം സ്വതന്ത്ര പലസ്തീൻ എന്ന ആശയത്തെ പൂർണ്ണമായി എതിർക്കുന്നില്ലാത്തതിനാൽ ഈ ചർച്ചകൾ എങ്ങുമെത്താൻ സാധ്യതയില്ല. പലസ്തീൻ അതോറിറ്റിയും ഹമാസ് അടക്കമുള്ള വിവിധ പലസ്തീൻ ഗ്രൂപ്പുകളും സൗദി അറേബ്യയുടെ ഈ നിലപാടിനെ വലിയ കൃതജ്ഞതയോടെയാണ് കാണുന്നത്. തങ്ങളുടെ അന്താരാഷ്ട്ര സമൂഹം പൂർണ്ണമായി മറന്നിട്ടില്ലെന്നും തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ അറബ് ലോകത്തെ ഏറ്റവും വലിയ ശക്തി കൂടെയുണ്ടെന്നുള്ള വലിയൊരു ആത്മവിശ്വാസമാണ് ഈ വാർത്ത അവർക്ക് നൽകുന്നത്. ഇത് പലസ്തീൻ ജനതയുടെ പോരാട്ട വീര്യത്തിന് പുതിയൊരു ഊർജവും പകരും. എണ്ണ വിപണിയിലും ഈ രാഷ്ട്രീയ നീക്കങ്ങൾ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാം. അമേരിക്കയുമായുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന ഇത്തരം അസ്വാരസ്യങ്ങൾ സൗദി തങ്ങളുടെ എണ്ണ ഉൽപ്പാദന നയങ്ങളിൽ പ്രതിഫലിപ്പിച്ചാൽ അത് ആഗോളതലത്തിൽ ഇന്ധനവിലയെ ബാധിച്ചേക്കാം. OPEC+ കൂട്ടായ്മയിൽ സൗദിക്ക് വലിയ സ്വാധീനമുള്ളതിനാൽ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ശക്തികൾക്ക് സാമ്പത്തികമായി മറുപടി നൽകാൻ സൗദിക്ക് എളുപ്പത്തിൽ സാധിക്കും. ട്രംപിന്റെ നയതന്ത്ര കരിയറിലെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നായി ഈ സംഭവം മാറിയേക്കാം. കാരണം ലോകത്തെ ഏറ്റവും മികച്ച ഡീൽ മേക്കർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ട്രംപിന് സൗദിയുടെ ഈ കടുത്ത നോ തൻ്റെ രാഷ്ട്രീയ പ്രശസ്തിക്ക് വലിയ മങ്ങലേൽപ്പിക്കുന്ന ഒന്നാണ്. തൻ്റെ നിബന്ധനകൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുമെന്ന ട്രംപിൻ്റെ അമിത ആത്മവിശ്വാസത്തിനാണ് റിയാദിൽ നിന്ന് കടുത്ത പ്രഹരമേറ്റിരിക്കുന്നത്. ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾക്കിടയിലും ഈ വാർത്ത വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. തങ്ങളുടെ സർക്കാരിൻ്റെ കടുത്ത നിലപാടുകൾ കാരണം സൗദിയെപ്പോലൊരു വലിയ രാജ്യവുമായി സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാനുള്ള സുവർണ അവസരമാണ് നഷ്ടപ്പെട്ടതെന്ന് അവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നെതന്യാഹു ഭരണകൂടത്തിന് മേൽ ആഭ്യന്തരമായി കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ ഈ പുതിയ സാഹചര്യവും കാരണമായേക്കാം. മുഹമ്മദ് ബിൻ സൽമാന്റെ തൻ്റെ വിഷൻ 2030 പദ്ധതികളിലൂടെ സൗദിയെ ഒരു ആഗോള സാമ്പത്തിക വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് ശ്രദ്ധേയമാണ്. സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി തങ്ങളുടെ രാഷ്ട്രീയ നയങ്ങളും തത്വങ്ങളും ഉപേക്ഷിക്കില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. വികസനവും ആധുനികവൽക്കരണവും നടത്തുമ്പോഴും സൗദിയുടെ അടിസ്ഥാനപരമായ അറബ് ഇസ്ലാമിക മൂല്യങ്ങളിൽ മാറ്റമില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. പശ്ചിമേഷ്യൻ മാധ്യമങ്ങളെല്ലാം സൗദിയുടെ ഈ ധീരമായ നിലപാടിനെ വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വർഷങ്ങളായി തുടരുന്ന പലസ്തീൻ ദുരന്തത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ ഈ സൗദിയുടെ നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തെ നിർബന്ധിതരാക്കുമെന്നാണ് പല പ്രമുഖ അറബ് പത്രങ്ങളും വിലയിരുത്തുന്നത്. വെറുമൊരു സാമ്പത്തിക ഇടപാടായി പലസ്തീൻ പ്രശ്നത്തെ കാണാൻ ശ്രമിച്ച പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള കടുത്ത മുന്നറിയിപ്പാണിത്. അമേരിക്കൻ കോൺഗ്രസിലെയും സെനറ്റിലെയും പല മുതിർന്ന നേതാക്കളും ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ നയങ്ങളിലെ പോരായ്മകളെ വിമർശിക്കാൻ ഈ സാഹചര്യം ഉപയോഗിച്ചേക്കാം. സൗദിയെപ്പോലൊരു തന്ത്രപ്രധാന സഖ്യകക്ഷിയെ അനാവശ്യ സമ്മർദ്ദങ്ങളിലൂടെ അകറ്റുന്നത് അമേരിക്കയുടെ ആഗോള സുരക്ഷയ്ക്ക് ദോഷം ചെയ്യുമെന്ന് പല രാഷ്ട്രീയ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ട്രംപ് ഭരണകൂടത്തിന് തങ്ങളുടെ വിദേശ നയം തിരുത്തി എഴുതേണ്ടി വരുന്ന അവസ്ഥ കൂടി ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. വരും മാസങ്ങളിൽ പശ്ചിമേഷ്യയിൽ വലിയ രീതിയിലുള്ള നയതന്ത്ര ചതുരംഗങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സൗദിയെ അനുനയിപ്പിക്കാൻ പുതിയ നിർദ്ദേശങ്ങളുമായി അമേരിക്കൻ പ്രതിനിധികൾ വീണ്ടും റിയാദിലേക്ക് എത്തിയേക്കാം. എന്നാൽ തൻ്റെ വാക്കിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കിയ മുഹമ്മദ് ബിൻ സൽമാൻ പലസ്തീൻ രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഇസ്രായേലിൽ നിന്ന് കൃത്യമായ രേഖാമൂലമുള്ള ഉറപ്പുകൾ ലഭിക്കാതെ ഒരു കരാറിലും ഒപ്പിടില്ല. റിയാദിൽ നിന്ന് പുറത്തുവരുന്ന ഈ പുതിയ വാർത്തകൾ കാണിക്കുന്നത് ലോകക്രമം മാറ്റിമറിക്കാൻ സൗദിക്ക് സാധിക്കും എന്നാണ്. പഴയതുപോലെ വാഷിംഗ്ടണിൽ ഇരുന്ന് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാമെന്ന് കരുതുന്ന വൻ ശക്തികൾക്ക് സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന പ്രാദേശിക ശക്തികൾ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സൗദി അറേബ്യയുടെ ഈ സ്വതന്ത്രവും ശക്തമായ നിലപാട് ഇതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ കടുത്ത അന്ത്യശാസനങ്ങൾക്ക് മുന്നിൽ പലസ്തീൻ എന്ന ചുവപ്പുരേഖ വരച്ചുകൊണ്ട് സൗദി അറേബ്യ തങ്ങളുടെ നയതന്ത്ര കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. ഇസ്രായേലിനെ അംഗീകരിക്കില്ലെന്ന കടുത്ത പ്രഖ്യാപനത്തോടെ മുഹമ്മദ് ബിൻ സൽമാൻ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു ചരിത്രം കുറിച്ചിരിക്കുന്നു. സാമ്രാജ്യത്വ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം തത്വങ്ങളിലും ജനങ്ങളുടെ വികാരങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ട് സൗദി മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കയും ഇസ്രായേലും ഈ പുതിയ പ്രതിസന്ധിയെ എങ്ങനെ നേരിടുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.